അവിടെ നടന്നിരിക്കുന്ന നിയമവിരുദ്ധമായി നടന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ നൽകാൻ അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന ആളെന്ന നിലയിൽ, പരാതി കൊടുത്ത വ്യക്തി എന്ന നിലയിൽ തയ്യാറാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അതിൻ്റെ സത്യസന്ധതയെപ്പറ്റി, നിഷ്പക്ഷതയെപ്പറ്റി, സുതാര്യതയെപ്പറ്റി രാജ്യവ്യാപകമായി വലിയ ആശങ്കയും അതിനെ സംബന്ധിച്ച് വിശ്വാസ്യതയില്ലായ്മയും വന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അഗ്നിശുദ്ധി വരുത്തി ഇലക്ഷൻ കമ്മീഷൻ്റെ സത്യസന്ധത വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ ആ സാഹചര്യത്തിൽ പരാതി കൊടുക്കുന്നവരുടെ മുമ്പിലേക്ക് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഡിക്ലറേഷൻ കൊടുക്കണമെന്ന് പറയുന്നത് ഈ പറയുന്ന ഫ്രോഡ് പരിപാടികൾക്ക് മറ പിടിച്ചിട്ടുണ്ടോ എന്ന് സംശയം തോന്നുന്ന നിലപാടാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ എനിക്ക് അയച്ചിരിക്കുന്ന നോട്ടീസ് ഞാൻ തള്ളിക്കളയുകയും എന്നാൽ വ്യക്തമായ നിരവധിയായ തെളിവുകൾ സഹിതം ഇലക്ഷൻ കമ്മീഷന് എല്ലാ വിവരങ്ങളും വെച്ചുകൊണ്ടുള്ള കത്ത് അവിടെ സമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനി ഇലക്ഷൻ കമ്മീഷൻ ഏത് സമയത്തും തെളിവുകൾ ആവശ്യപ്പെട്ടാൽ അവിടെ നടന്നിരിക്കുന്ന നിയമവിരുദ്ധമായി നടന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ നൽകാൻ അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന ആളെന്ന നിലയിൽ, പരാതി കൊടുത്ത വ്യക്തി എന്ന നിലയിൽ തയ്യാറാണ്.